ഇത് നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ്റെ ഫിഗറാണ് കൊടുത്തേക്കണേ. എങ്ങനെയാണ് ക്രോമസോംസ് വെച്ചിട്ട് സെക്സ് ഡിറ്റർമിൻ ചെയ്യണേ. അപ്പോൾ ക്രോമസോമൽ ഡിഫറൻസുകൾ കാണിക്കാനാണ്. സോ മനുഷ്യനിൽ, അതുപോലെ ഡ്രോസോഫില്ലയിൽ, പിന്നെ നമ്മൾ പറഞ്ഞ ബേർഡ്സിൽ, മൂന്നിൻ്റെയും ടൈപ്പാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാൻ ആൻഡ് ഡ്രോസോഫില്ല ഒരേ ടൈപ്പാണ്. XY ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷനാണ്. XY ടൈപ്പ്, XY. സോ ഇത് മാൻ, XY മെയിൽ. അതിൽ എക്സ് ക്രോമസോം ഇങ്ങനെയാണ്. Y ക്രോമസോം ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. Y ക്രോമസോം ചെറുതാണ്. സോ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ന്യൂക്ലിയർ സ്ട്രക്ചറിൽ ചിലത് ഇതാണ്, ചിലത് ഇതാണെന്ന് പറഞ്ഞില്ലേ. 50% ഹെങ്കിങ് കണ്ടുപിടിച്ചത്. സോ XY മെയിൽ, അതുപോലെ XX ഒരേപോലെയുള്ള XX ഫീമെയിൽ ക്രോമസോം. ഡ്രോസോഫില്ലയുടെ അതെ XX രണ്ടും ഒരേപോലെയാണ് ക്രോമസോം. അതുകൊണ്ട് ഡ്രോസോഫില്ലയിൽ ഒരുപാട് ജനറ്റിക്സിൻ്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ബിക്കോസ് അവർ ക്രോമസോം കണ്ടീഷൻ ഒരുപോലെയുണ്ട്. ഫീമെയിൽ രണ്ടും XX ആണ്, മെയിൽ XY ആൻഡ് XY. സോ ഹ്യൂമണിലും ഡ്രോസോഫില്ലയിലും ഒരേ ടൈപ്പാണ്. ഫീമെയിൽ എപ്പോഴും ഹോമോഗാമറ്റിക് ആണ്, XX. മെയിൽ എപ്പോഴും ഹെട്രോഗാമറ്റിക് ആണ്, XY. മെയിലാണ് രണ്ട് ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എക്സും വൈയും. അതേസമയം നമ്മൾ നോക്കിയേ, സോ ഹോമോഗാമറ്റിക് ഫീമെയിൽ, ഹെട്രോഗാമറ്റിക് മെയിൽ. മെയിൽ ഡ്രോസോഫില്ല, മാൻ. അതുപോലെ ഫീമെയിൽ XX ഡ്രോസോഫില്ല, ഹോമോഗാമറ്റിക്. ഇനി നമ്മൾ ബേർഡ്സിൽ നമ്മൾ ഈ XX XYന് ഒന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് മെയിലിൽ ZZ. ഈ പറഞ്ഞ ഫീമെയിൽ പോലെയാണ് ഇവിടെ ZZ മെയിൽ. അതേസമയം ഫീമെയിൽ നോക്കി ZW, നമ്മുടെ ഈ XY പോലെ തന്നെ. പക്ഷേ ഇവിടെ എന്താണ്, ഫീമെയിലാണ് ഹെട്രോഗാമറ്റിക്കൽ. സോ നമ്മുടെ ബേർഡ്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ZZ മെയിലും ZW ഫീമെയിലാണ്. സോ ഇതിൽ വരണ ഈ Z ആണോ W ആണോ എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓസ്പ്രിങ്സ് മെയിലാവോ ഫീമെയിലാവുന്നത്. സോ ഇതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ZZ ആയിട്ടുള്ള മെയിൽ ഹോമോഗാമറ്റിക്, ഇവിടെ എന്തായിരുന്നു മെയിൽ ഹെട്രോഗാമറ്റിക് ആയിരുന്നു. പക്ഷേ ഇവിടെ ZZ ഹോമോഗാമറ്റിക്കും ZW ഹെട്രോഗാമറ്റിക് ആണ് ബേർഡ്സിൽ. അതേസമയം ഇവിടെ ഈ പറഞ്ഞത് എന്തായിരുന്നു, ഫീമെയിൽ ഹോമോഗാമറ്റിക് ആണ്. പക്ഷേ ബേർഡ്സിലെത്തിയപ്പോൾ ഫീമെയിൽ ഹെട്രോഗാമറ്റിക്. സോ ഇത് ഹെട്രോഗാമറ്റിക് എക്സാമ്പിൾ, ഇത് രണ്ടും ഹോമോഗാമറ്റിക്കിന് എക്സാമ്പിളാണ്.